ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു സംശയമായിട്ട് വന്നിട്ടുള്ളത്, സൽസ്വഭാവം എന്ന ക്ലാസ്സിൽ സ്വർഗത്തിൽ ഒരാളുടെ ദറജ ഉയർത്താൻ കാരണമാകുന്നത് സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞതൊന്ന് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. 5 മിനിറ്റും 8 സെക്കൻഡുമുള്ള ഒരു വോയിസ് സൽസ്വഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിട്ടിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ കേൾക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ കൊടുക്കുന്ന 4799 വചനം, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാൻ മിൻ ഹുസ്നിൽ ഖുൽഖ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, തുലാസിൽ നാളെ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ നന്മയും തിന്മയും ഒക്കെ തൂക്കുമല്ലോ. ആ സന്ദർഭത്തിൽ തുലാസിൽ ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്ന ഒരു വസ്തു മിൻ ഹുസ്നിൽ ഖുൽഖ്, അതായത് സൽ സ്വഭാവത്തെക്കാൾ ഏറ്റവും ഘനം തൂങ്ങുന്ന മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അതാണ് ഈ ഹദീസിന്റെ അർത്ഥം. മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുൽഖ്. സൽ സ്വഭാവത്തെക്കാൾ തുലാസിൽ ഏറെ ഘനം തൂങ്ങുന്ന യാതൊന്നുമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇമാം തിർമിദിയും തൻ്റെ സുനനിൽ 2002 നമ്പറായിട്ട് ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇതറിയിക്കുന്നത് സൽസ്വഭാവത്തിൻ്റെ പ്രാധാന്യമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളോട്, അതുപോലെ തന്നെ അയൽവാസികളോട്, ബന്ധുക്കളോടൊക്കെ നല്ല സ്വഭാവത്തോടുകൂടെ നിലകൊള്ളുക. അതോടൊപ്പം തന്നെ വ്യക്തിജീവിതത്തിൽ ആരും കാണുന്നില്ല എങ്കിൽ പോലും ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഒട്ടേറെ നല്ല നല്ല സ്വഭാവത്തെക്കുറിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. ചീത്ത സ്വഭാവത്തെക്കുറിച്ച് അവിടുന്ന് ഗൗരവമായി ഉണർത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം, പരിഹസിക്കുക, ഏഷണി പറയുക, പരദൂഷണം പറയുക, അസൂയ കാണിക്കുക, അഹങ്കാരം കാണിക്കുക, അതുപോലെ തന്നെ ഒട്ടേറെ സമയം കോപിക്കുക, വഞ്ചന കാണിക്കുക, അതുപോലെ തന്നെ കാപഢ്യം കാണിക്കുക, സ്വയം പ്രശംസിക്കുക. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇത്ര വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഊഹം, അതുപോലെ തന്നെ അസൂയ, ഈ പക, വിദ്വേഷം, പിശുക്ക്, ഇതൊക്കെ ചീത്ത സ്വഭാവങ്ങൾ. ഇതൊക്കെ ഒഴിവാക്കി നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ മുഖപ്രസന്നതയോടുകൂടെ സഹോദരങ്ങളെ, അയൽവാസികളൊക്കെ അഭിമുഖീകരിക്കുക. അതുപോലെ തന്നെ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ക്ഷമ പാലിക്കുക, അങ്ങനെ വിനയവും ലജ്ജയും പ്രകടിപ്പിക്കുക. ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് സമ്പത്തും മറ്റുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിയുന്ന രൂപത്തിൽ കൊടുക്കുക. അങ്ങനെ ആ രൂപത്തിൽ പ്രിയമുള്ളവരെ, നല്ല സ്വഭാവങ്ങൾ പുലർത്തിക്കൊണ്ടും ചീത്ത സ്വഭാവത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും ജീവിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരെ, താങ്കൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സൂറത്തുൽ കലം അതിൻ്റെ 3-ാമത്തെ സൂക്തമാണ്, സൂറത്തുൽ കലം. അപ്പോൾ സൽസ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി സൽസ്വഭാവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരൊറ്റ സംഭവം കേട്ടാൽ മതി. എന്താ പറയുക? അതായത് ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ അൽ അദബുൽ മുഫ്രദിൽ 199 നമ്പറായിട്ട് കൊടുക്കുന്നൊരു വചനമുണ്ട്. ആ വചനം എന്ന് പറയുന്നത്, അനബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖീല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് ഇന്ന ഫുലാനതൻ തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ വതഫഅലു വതസദ്ദഖു വതുഅദി ജീറാനഹാ ബിലിസാനിഹാ
ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ ഖാലൂ വഫുലാനത്തുൻ തുസല്ലിൽ മക്തൂബ വതസദ്ദഖു ബിഅസ്വാരിൻ വലാ തുഅ്ദി അഹദാ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ മിൻ അഹ്ലിൽ ജന്ന. ഇമാം ബുഖാരി തൻ്റെ അൽ അദബുൽ മുഫ്രദിൽ 119 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമാണ്. എന്താ അർത്ഥം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അല്ലെങ്കിൽ പറയപ്പെട്ടു, ഖീല എന്നാണ് പറയപ്പെട്ടു. എന്താ പറയുന്നത് അറിയങ്ങള്? യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്ന ഫുലാനതൻ തഖൂമുൽ ലൈൽ, നിശ്ചയം രാത്രിയിൽ ഒരു സ്ത്രീ അവൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട്. രാത്രി നമസ്കരിക്കാറിനല്ലേ ആ തണുപ്പും ഉറക്കവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ഉറക്കമൊക്കെ. പക്ഷെ ആ ഉറക്കമൊക്കെ ഒഴിവാക്കി എഴുന്നേറ്റ് നമസ്കരിക്കുക രാത്രിയിൽ. വതസൂമുൻ നഹാർ, പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു. വതഫഅലു, അതുപോലെ ഒരുപാട് ഇബാദത്തുകൾ, നന്മകളും പുണ്യകർമ്മങ്ങളും ചെയ്യുന്നു. വതസദ്ദഖു, അവൾ ദാനധർമ്മം ചെയ്യുന്നു. വതുഅ്ദി ജീറാനഹാ ബിലിസാനിഹാ, പക്ഷെ അവൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? അവളുടെ നാവ് കൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കും. ആ ഒരു കുഴപ്പമുള്ളൂ. വേറുള്ള രാത്രി നമസ്കാരം, പകല് നോമ്പ്, ഒരുപാട് ഇബാദത്തുകൾ, സ്വതക്കതൊക്കെ ഉണ്ട്. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ, അവളിൽ നന്മയില്ല. ആരില്ല നന്മയില്ല എന്ന് അള്ളാഹിൻ്റെ റസൂല് പറയുന്നത്? രാത്രി 5 നേരത്തെ ഫർള് നമസ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്. അതൊക്കെ നിർവഹിച്ച്, സുന്നത്ത് നമസ്കാരമൊക്കെ നിർവഹിച്ച് രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന, അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ സ്വതക്കകളും ദാനധർമ്മങ്ങളും ചെയ്യുക മാത്രമല്ല, തസൂമുൻ നഹാർ എന്ന് പറഞ്ഞാൽ സുന്നത്തായ നോമ്പ്, റമദാനിലെ നോമ്പല്ല, സുന്നത്തായ നോമ്പ്, റമദാൻ കഴിഞ്ഞിട്ട് മറ്റുള്ള അവസരങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇബാദത്തുകൾ, ആ നോമ്പും നമസ്കാരം ഉൾപ്പെടെയുള്ള ഇബാദത്തുകൾ, സദക്ക, ദാനധർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ. പക്ഷേ അവർ ഒരൊറ്റ കാര്യം ചെയ്തു, നാവ് കൊണ്ട് അയൽവാസികളെ ഉപദ്രവിച്ചു. അങ്ങനെയുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് പറയാ അള്ളാഹിൻ്റെ റസൂല്, ലാ ഖൈറ ഫീഹാ, അവളിൽ നന്മയില്ല എന്ന് മാത്രമല്ല അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, അടിവരയിട്ട് കേൾക്കുക, ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകാവകാശികളിൽ പെട്ടവളാണ്. അപ്പോൾ രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചിട്ട്, തഹജ്ജുദ് നിർവഹിച്ചിട്ട്, അതുപോലെ പകലിൽ നോമ്പ് നോറ്റിട്ട്, അതുപോലെ ഒട്ടേറെ ഇബാദത്തുകൾ ചെയ്തിട്ട്, ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ട് നരകത്തിൽ പോയ സ്ത്രീയുടെ കഥയാണ്, സംഭവമാണ് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. എന്നാൽ സൽസ്വഭാവത്തിൻ്റെ, ആ ഒരു നല്ല സ്വഭാവത്തിൻ്റെ അവസ്ഥ എന്താ? ഖാലൂ വഫുലാനത്തുൻ തുസല്ലിൽ മക്തൂബ, അവര് സഹാബത്ത് ചോദിക്കാൻ പറയാണ് അള്ളാഹിൻ്റെ റസൂലിനോട്, അള്ളാഹിൻ്റെ റസൂലെ, ഒരു സ്ത്രീ അവള് ഫറല് മാത്രമാണ് നമസ്കരിക്കുന്നത്, ഫറലാണ് നമസ്കരിക്കുന്നത്, സുന്നത്തായ കാര്യങ്ങൾ നമസ്കരിക്കൂല എന്നല്ല, ഫറലാണ് കാര്യമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്നത്, ബാക്കിയൊക്കെ അല്പുള്ളൂ എന്നർത്ഥം. വതസദ്ദഖു ബിഅസ്വാരിൻ, അവള് ധർമ്മം ചെയ്യുന്നുണ്ട്. എന്താണ് ധർമ്മം ചെയ്യുന്നത്? അസ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലബനുൽ മുജഫഫു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉണക്കപ്പെട്ട ഈ പാൽ കട്ടി എന്ന് പറയും. അഖിത്ത് എന്ന് പറയും. അഖിത്ത് അറബികൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അഖിത്ത്. അവർ ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ഒരു പ്രത്യേകം കറി ഉണ്ടാക്കും, അതിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് അഖിത്ത്. അപ്പോൾ അത് കാരണം വളരെ ഒരു പിന്നെ നിസ്സാരമായ ലളിതമായ കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ആ സ്ത്രീ എന്ത് ചെയ്യുന്നത്? സദക്ക ചെയ്യുന്നത്. വലിയ വിലപിടിപ്പുള്ള കാര്യമോ ഇതൊന്നുമല്ല. എന്നിട്ടോ വലാ തുഅ്ദി അഹദാ, ആ സ്ത്രീയുടെ മഹാത്മ്യം എന്താ? ഒരാളെയും ഉപദ്രവിക്കുകയില്ല.
നാവ് കൊണ്ടാകട്ടെ മറ്റുള്ള സംഗതികൾ കൊണ്ടാകട്ടെ ആ സ്ത്രീ ആരെയും ഉപദ്രവിക്കുകയില്ല. മറ്റുള്ള ആദ്യത്തെ സ്ത്രീയുടെ അത്ര ഇബാദത്തുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്ത്രീയെ കുറിച്ച് പറഞ്ഞെന്താ? ഈ രണ്ടാമത് പറഞ്ഞ സ്ത്രീയെ കുറിച്ച് ഹിയ മിൻ അഹ്ലിൽ ജന്ന, അവൾ സ്വർഗത്തിലാകുന്നു. കണ്ടോ, സൽസ്വഭാവത്തിന്റെ പ്രത്യേകതയാണത്. ഈ രണ്ടാമത് പറഞ്ഞ സ്ത്രീ എന്താ? ഇബാദത്തുകൾ, നമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ ഫറള് കൃത്യമായി നിർവഹിക്കുക, നിസ്സാരമായ സദക്കകളൊക്കെ കൊടുക്കുക. പക്ഷെ ഒരാളെയും നാവ് കൊണ്ട് ഉപദ്രവിക്കുക, ചീത്ത സ്വഭാവം കാണിക്കുക, ഇതൊന്നുമില്ല. അതുകൊണ്ട് ആ സ്ത്രീ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന്ന് എന്താ മനസ്സിലാകുന്നത്? സൽസ്വഭാവം എന്ന് പറയുന്നത് തീർച്ചയായും വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ്, തുലാസിലേറെ ഘനം തൂങ്ങുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ ഇമാം സ്വൻആനി അദ്ദേഹത്തിൻ്റെ അത്തൻവീർ ഷറഹുൽ ജാമിഅ സഗീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദറജത്തു സാഹിബി സൗമി വസ്വലാ ഖാല അത്വീബി അൽ മുറാദു നവാഫിലുഹാ. അതായത് നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ ഉടമയുടെ ദറജ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു മനുഷ്യൻ്റെ സൽസ്വഭാവം, ആ സൽസ്വഭാവം കൊണ്ട് എന്തുണ്ട്? ഒരു ഹദീസിൽ കാണാം, ഒരു ഹദീസിൽ എന്താ വന്നിട്ടുള്ള? ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ 4798 നമ്പറായിട്ട് കൊടുക്കുന്ന വചനം, ഇന്നൽ മുഅ്മിന, ആയിഷ റളിയല്ലാഹു അൻഹയാണ് അത് പറയുന്നത്. കാലത്ത് അവർ പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹിൻ്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ മുഅ്മിന, തീർച്ചയായും സത്യവിശ്വാസി, ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജതസ് സ്വാഇമി അൽ ഖായിം. അതായത് തീർച്ചയായും ഒരു സത്യവിശ്വാസി തൻ്റെ സൽസ്വഭാവം കൊണ്ട് ദറജത സ്വാമി, നോമ്പുകാരൻ്റെ പദവി, അൽ ഖായിം, അതുപോലെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പിന്നെ പ്രതിഫലം, ഇത് ആ ഒരു ദറജയ്ക്ക് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയുന്ന, മനസ്സിലായല്ലോ. ഇതിനെ സംബന്ധിച്ചാണ് മഹാനായിട്ടുള്ള പിന്നെ ഇമാം ത്വീബി അത് സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ കാര്യം ഇമാം സ്വൻആനി അദ്ദേഹത്തിൻ്റെ അത്തൻവീർ ഷറഹുൽ ജാമി സഗീർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്, സൽ സ്വഭാവം എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ വളരെ നിർബന്ധമായിട്ടുള്ള സവിശേഷതയാണ്. ആ സൽ സ്വഭാവം കൊണ്ട് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ദറജകൾ അദ്ദേഹത്തിന് നേടാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിൻ്റെ തുലാസിൽ, നന്മയുടെ തുലാസിൽ ഏറെ ഘനം തൂങ്ങുന്ന കാര്യമാണ് സൽസ്വഭാവം എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.